ഒരു സ്വയം പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റിന്റെ വെളിപാടുകൾ കാണാം. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ഇനി നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് സ്വയം വിശേഷിപ്പിക്കരുത്. ഈ അഭിനവ കമ്മ്യൂണിസ്റ്റ് ഒരു കാര്യം ഓർക്കണം. കേരളത്തിലെ സ്ത്രീകൾ സമരം ചെയ്തല്ല അവർക്ക് സൗജന്യ യാത്ര സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങി നിങ്ങൾ നൽകിയ മോഹന വാഗ്ദാനമായിരുന്നു അത്. അമ്പലത്തിലും പള്ളിയിലും പോകാം, സംസ്ഥാനത്തെവിടെയും ടൂർ അടിക്കാം. ഇത്തരം വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു നിങ്ങൾ വോട്ട് നേടിയത്. അങ്ങനെ വോട്ട് നേടി അധികാരത്തിലെത്തിയ ശേഷം ആ പദ്ധതി പൂർണ്ണമായും നിങ്ങൾ നടപ്പാക്കിയില്ല. എല്ലാം ഓർഡിനറിയാക്കി. ആ ഓർഡിനറി ആക്കിയ ശേഷവും അതിൽ കയറുന്ന സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുകയാണ്. നിങ്ങൾ സൗജന്യം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ആ സ്ത്രീകൾ ബസ്സുകളിൽ കയറുന്നത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? മുൻപ് അന്തസ്സായി പണം കൊടുത്ത് യാത്ര ചെയ്തവരായിരുന്നു ആ സ്ത്രീകളെല്ലാം. നിങ്ങളിപ്പോൾ സൗജന്യം പ്രഖ്യാപിച്ചു. അപ്പോൾ അവർ ആ സൗജന്യം അനുഭവിക്കുന്നുവെന്നേ ഉള്ളൂ. നിങ്ങളാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം അവരെ നിങ്ങൾ തന്നെ അപമാനിക്കുന്നു. വിളിച്ചു കയറ്റിയവരെ അപമാനിക്കുന്നതാണോ ഈ സർക്കാരിൻ്റെ സംസ്കാരം? ഈ മനസ്സായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ആ പദ്ധതി ആരംഭിച്ചത്? ആ പദ്ധതി നടപ്പാക്കിയ ശേഷം KSRTCക്കുള്ള നഷ്ടത്തെക്കുറിച്ചാണോ നിങ്ങൾ ഓർത്തത്? അത്രയും നഷ്ടം വന്നു എന്നതിനർത്ഥം ആ സ്ത്രീകൾ അതിനു മുമ്പ് അന്തസ്സായി പണം കൊടുത്ത് യാത്ര ചെയ്തു എന്നല്ലേ? ഇനി ആ പ്രസ്താവനയിലെ അടുത്ത പോയിന്റ് കൂടി കേൾക്കണം. സർക്കാർ ആശുപത്രി വരാന്തയിൽ വരി നിന്നുകൊണ്ട് ചികിത്സ തേടുന്നുവെന്ന്. സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെല്ലാം സൗജന്യം പറ്റാൻ വേണ്ടി പോകുന്നു എന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത്? മികച്ച ചികിത്സയുണ്ടെങ്കിൽ എല്ലാ സർക്കാർ ആശുപത്രികളിലും ആളുകളെത്തും. ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടിക്കയറുക എന്നതാണ് നമ്മുടെ മലയാളിയുടെ ശീലം. സർക്കാർ ആശുപത്രികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മലയാളികൾ സർക്കാർ ആശുപത്രികളെ ഉപയോഗിക്കും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നത് അഭിമാനത്തോടു കൂടിയാണ് നാം ഇതുവരെ അവതരിപ്പിച്ചത്. അതിനർത്ഥം സൗജന്യ ചികിത്സ പറ്റുന്നവരെല്ലാം സൗജന്യം ലഭിക്കുന്നത് കൊണ്ട് മാത്രം സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നു എന്നല്ല. അങ്ങനെ അദ്ദേഹം കരുതുകയും ചെയ്യാൻ പാടില്ല. ബിഹേവിയറൽ സയൻസിന്റെ പഠനമാണ് അദ്ദേഹം നടത്തിയതെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് മുതലാളിത്ത ബിഹേവിയറൽ സയൻസിന്റെ പഠനമാണ് എന്ന് പറയേണ്ടി വരും. ഇത് തീർച്ചയായും ഒരു ബിഹേവിയർ സയൻസിന്റെ ഉദാഹരണം തന്നെയാണ്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷം ഒരു സുപ്രഭാതത്തിൽ ഭരണം കിട്ടിയതിന്റെ അർമാദം തലയിൽ കയറിയതിന്റെ ബിഹേവിയർ സയൻസ്. പല ഘട്ടങ്ങളിലായി ഈ സർക്കാർ അങ്ങനെയൊരു ബിഹേവിയർ സയൻസ് പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം ബിഹേവിയർ സയൻസ് ചിന്തകൾ ഇനിയും അങ്ങേക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പുതിയ ബിഹേവിയർ സയൻസ് ചിന്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.